ഇറാനെ സാമ്പത്തികമായി വരിഞ്ഞുമുറുക്കാൻ അമേരിക്ക പ്രഖ്യാപിക്കാൻ പോകുന്ന പുതിയ ഉപരോധങ്ങൾ എന്തൊക്കെയാകും? ദുബൈയുമായി ഇറാനുള്ള വാണിജ്യ വ്യാപാര ഗതാഗത ബന്ധത്തിൽ അമേരിക്ക കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക യുദ്ധത്തിൽ പങ്കുചേരുന്ന ഏത് രാജ്യത്തെയും ശത്രുവായി കണക്കാക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ശക്തമായ നാവിക ഉപരോധത്തിന് പുറമെ ഇറാന് ഇരട്ടി പ്രഹരം നൽകുന്ന സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. തീരുമാനങ്ങൾ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അടുത്ത ദിവസം പ്രഖ്യാപിക്കും. ഇറാനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്ന രാജ്യങ്ങൾ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നാണ് അമേരിക്കയുടെ തിട്ടൂരം. സാമ്പത്തിക യുദ്ധത്തിൽ അമേരിക്ക പ്രഖ്യാപിക്കുന്ന നിബന്ധനകൾ എന്തൊക്കെയാകുമെന്നാണ് ഉത്കണ്ഠ. ദുബായ് ഇറാൻ വ്യാപാര വാണിജ്യ ബന്ധങ്ങളിൽ അമേരിക്ക കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമോ എന്നാണ് ഒരാശങ്ക. വിദേശ നാണ്യത്തിനും പണമിടപാടുകൾക്കുള്ള ഇടനില സംവിധാനങ്ങൾക്കും ഉപരോധങ്ങൾ മറികടക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾക്കുമൊക്കെ ഇറാൻ ആശ്രയിക്കുന്നത് ദുബായിയാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ഇറാന്റെ വാതിലെന്നാണ് ദുബൈയെ വിശേഷിപ്പിക്കുന്നത്. ഹോർമൂസ് കടക്കേണ്ട ആവശ്യമില്ലാത്ത ഈ ബന്ധത്തിൽ കടുംവെട്ടിന് അമേരിക്ക മുതിരുമോ എന്നാണ് ഉത്കണ്ഠ. ഇത് മുന്നിൽ കണ്ടു തന്നെയാണ് ഇറാന്റെ മുന്നറിയിപ്പ്. സാമ്പത്തിക യുദ്ധത്തിൽ അമേരിക്കയെ സഹായിക്കുന്ന അയൽ രാജ്യങ്ങളെ ശത്രുവായി കാണുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി മോഹ്സൻ റസായി തന്നെ ഇത് പരസ്യമാക്കി. ولی ما نفتمون رو فروختیم. ما در همین یک ماه دو ماه گذشته 70 میلیون بشکه نفت در اون 2-3 روزی که അമേരിക്കയുടെ നാവിക ഉപരോധം മാസങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും അത് പ്രശ്നമല്ലെന്നുമാണ് ഇറാന്റെ വാദം. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ മാത്രം 70 ദശലക്ഷം ബാരൽ എണ്ണ വിറ്റു. US നാവികസേനാ കപ്പലുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നിട്ടും പ്രതിദിന ഉൽപാദനത്തിന് തുല്യമായ അളവിൽ തന്നെ എണ്ണ ദിവസവും വിൽക്കാൻ കഴിഞ്ഞുവെന്നാണ് അവകാശവാദം. കഴിഞ്ഞ 12 മാസത്തിനിടെ ഇറാൻ ആയുധ പ്രതിരോധ ഉപകരണങ്ങളുടെ ഉൽപാദനം ഇരട്ടിയാക്കിയെന്നാണ് IRIB TVക്ക് നൽകിയ അഭിമുഖത്തിൽ ഇറാൻ പ്രതിരോധ വക്താവ് പറഞ്ഞത്. വിദേശ ശക്തികളെ നേരിടാനുള്ള ഏകമാർഗം കൂടുതൽ ശക്തരാവുക എന്നത് മാത്രമാണെന്ന പ്രതിരോധ വക്താവ് പറഞ്ഞത് സാമ്പത്തിക യുദ്ധത്തിന് സൈനിക തിരിച്ചടി നൽകുമെന്ന സൂചനയായും വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇറാനെ സാമ്പത്തികമായി കൂടുതൽ ശ്വാസമുട്ടിച്ചാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് സൈനികാക്രമണമുണ്ടാകും. ഇതാണ് ഇറാൻ നൽകുന്ന സന്ദേശം. അതിനിടെ വ്യോമാക്രമണങ്ങൾ പ്രതിരോധിക്കാൻ UAEയിലെ എണ്ണ സംഭരണികൾക്ക് ചുറ്റും മെറ്റൽ കവചം തീർത്തതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.